കേസില് ഞാനൊന്ന് കുടുങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ്, അതായത് വ്യാഴാഴ്ച ഞാൻ പറഞ്ഞ തുക തന്നേക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ വേണ്ട, ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ടെന്നൊന്നും ഇപ്പൊ എഴുന്നള്ളിക്കണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകേണ്ടി വരും. ഇപ്പൊ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും, എനിക്ക് ആവശ്യമുണ്ട്. എന്താ നീ ആനേനെ വാങ്ങാൻ പോകണ്ടേ? ആന അമ്പാരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ ആദ്യ ഭാര്യ ചത്തപ്പ എന്നെ കിട്ടിയത്. അവസാനം വന്ന് കയറിയപ്പോഴല്ലേ അറിഞ്ഞത് ഒരു മത്തങ്ങയില്ലെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു മത്തങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുന്നു. എന്റെ നാക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് 1 ലക്ഷം രൂപ കിട്ടണം. എന്തിനാന്ന്? വിവാഹത്തിന് പാർട്ടിക്ക് കൊടുക്കാൻ കുറെ സാരി സ്വർണ്ണൊക്കെ വേണം. ഇല്ലെങ്കിൽ ഞാൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ നോക്കട്ടെ. പോയി ചോദിക്കും. സാർ ഒന്നിങ്ങി വരും. KT മാത്യു എന്ന ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. കള്ളച്ചെക്ക് കേസാ. അവന്റെ ചെക്കെല്ലാം പോണേന്റെ ഇരട്ടി സ്പീഡിലാണ് മടങ്ങി വരുന്നത്. അതെയാ? ഒന്നല്ല, 8 എണ്ണമാ കേസ്. ആളെവിടെ ഉണ്ട്? ആളിവിടെ ഇല്ല. അയാളുടെ പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ. ആളുടെ പേരിൽ ഇവിടെ റൂം ഉണ്ടല്ലോ. ആള് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? കുടുംബത്തിൽ കയറ്റം കൊള്ളാത്തമാര്. അത് ശരിയാ. വന്നാ അറിയിക്കണം. 4 ആഴ്ച അവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്രയും പാടില്ല. വന്നാ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം. വേണ്ട, ഞാനിവിടെ റൂം എടുത്ത് താമസിക്കാൻ പോവാ. കൈ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. ഞാൻ അങ്ങോട്ട് അറിയിക്കാം. അല്ല, എന്താ പ്രശ്നം? എന്റെ ഒരു ബന്ധുവാ. അപ്പൊ പിന്നെ നിന്റെ അപ്പൻ ശവം എന്നൊക്കെ പറഞ്ഞത്? അതെ, അവന്റെ അപ്പന്റെ ശവടക്കിനെ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ആരുമില്ല. പിന്നെ എനിക്ക് ഇതിരി കാശ് വേണം. ഞാൻ 2 ദിവസം ഇവിടെ മുറിയെടുത്തിട്ട്. ആരെങ്കിലും ശ്രദ്ധിക്കും, നമുക്ക് രാത്രി കാണാം. എപ്പോഴും ഒളിച്ചോടുക. കാശ് കൈ കിട്ടട്ടെ. രാത്രിയിൽ എന്നെ വിളിക്കുവോ? അങ്ങേരൊന്ന് മാറിയ ഉടനെ വിളിക്കാം. ഇവിടെ ആ സാധനം എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക്. എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ അവർക്ക് നമ്മളോട് ഒരു ലൈൻ ഉണ്ട്. പക്ഷെ നേരിട്ടുള്ള ഡീലിങ്സാ. കെട്ടിയോനെ അറിയാതെ ആ ഇടപാട്. രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇപ്പം വേറൊരുത്തൻ വന്ന് മുട്ടിയിട്ടുണ്ട്. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തു. അല്ല, ഇക്കടെ മറ്റേ കേസ് അവിടെ? അവള് വന്ന റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരൻ പോയി. പോലീസ് വന്നേ. നിന്റെ അപ്പന് ഞാനൊരു ചെക്ക് കൊടുത്തില്ലേ? അത് തന്നെ കാര്യം. എന്റെ കയ്യിൽ 4 വെള്ളി വന്നോട്ടെ. നിന്റെ തൊന്തക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കാശ് കിട്ടിയോ? ആ ഫെർണാണ്ടസിന്റെ ഒരു ബന്ധു ഇല്ലേ, അങ്കിൾ ടോം, അങ്ങോരോട് പറഞ്ഞു ഏൽപ്പിക്കാന്ന്. നമ്മൾ പരിചയമല്ല. ഇങ്ങനെയൊക്കെയല്ല ഓരോരുത്തരെ പരിചയപ്പെടാ. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? അങ്കിൾ, അത് അങ്കിൾ എന്നോ ചേട്ടനോ എന്ത് വേണേ വിളിച്ചോ, പ്രശ്നമില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. കാശ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാം. മതി 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 മതി. എപ്പോ വരണു? എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്തായാലും ഓക്കെ, വരട്ടെ. ടോമങ്കിൾ, റൂം നമ്പർ 229. ഞാൻ പോയി വാങ്ങിച്ചോളാം. വേഗം ഇങ്ങോട്ട് വന്നേ. വീണാനെ പന്നി. പപ്പ വീണില്ല, കാലൊന്ന് തട്ടി. അതല്ല വീണ, അവളെ ഞാൻ കണ്ടു. അവിടെ അവളെന്തിനാ എങ്ങോട്ട് കെട്ടിയെടുക്കണം? എനിക്കറിയില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. ഈ കല്യാണം പൊളിക്കാനാ. പ്രേമത്തിന്റെ കൂടെ ഒരു ഗർഭവും ചേർത്ത് പറഞ്ഞാ പോരെ? കാര്യമൊക്കെ തുറഞ്ഞില്ലേ? തെളിവ് ഇഷ്ടം പോലെ അവളുടെ കയ്യിലുണ്ടല്ലോ. സമ്മാനങ്ങളും എഴുത്തൊക്കെ ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ കുറെ നാളെ എഴുന്നള്ളിച്ചോണ്ടല്ലേ. ഇവ ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ഈ പണ്ടാറത്തിനെ കണ്ടിട്ടില്ല. എങ്ങനെ ഇരിക്കും ഈ പിശാചി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചുവന്ന സാരി ബ്ലൗസ് കൊടുത്ത് ഞാൻ കണ്ടതല്ലേ? ഓ, കുരിശുകളോരൊന്ന് കല്യാണം മുടക്കാനായിട്ട് വന്ന് കയറി തുടങ്ങിയിരിക്കുക. ദേ, കാര്യം നടന്നില്ലെങ്കിൽ 10 പൈസ മെഴുതിരി ഞാൻ കത്തിക്കില്ല. കുരിശമ്മ കിടന്ന് മെഴുതിരി അത്ര നല്ല സുഖല്ലേ? അല്ല, കുർബാനയുടെ കാര്യം എന്തായെന്ന് അറിയാൻ. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ അല്ലേ, അതെ, നിനക്ക് ഇനി തോന്നിയതാണ്. അല്ല, ഇത് അവള് തന്നെ, എനിക്ക് ഉറപ്പാ. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. ചോപ്പ് സാരി എന്നല്ലേ പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം. മൈ കൊറിയർ. താങ്ക് യു. സോറി സാർ.
എന്താടാ കേക്ക് തിന്നുന്നു? ഓക്കെ ഓക്കെ. മാത്തച്ഛ ഞാൻ തന്നെ. ഈശോ. ആരാ ഇവിടെ? വകയിലൊരു അമ്മായിയമ്മ. വകയിലമ്മായിമ്മയോ? അമ്മൂമ്മ. ഏത് തറവാട്ടിലെ? കുമ്മണാഞ്ചേരിയിലെ അമ്മൂമ്മ. കുമ്മണാഞ്ചേരിയിലാണ്. എനിക്കൊന്ന് പരിചയപ്പെടണം. പരിചയപ്പെട ഇപ്പൊ അമ്മൂമ്മ കിടന്നുറങ്ങും. അങ്ങനെ പള്ളിയിൽ അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. കുമ്മണാഞ്ചേരി. കുമ്മണാഞ്ചേരി ആണോ? മണ്ണാകട്ട. അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. താനീ വന്നേ. ഹലോ, ജോസ് അല്ലേ? അതെ. ഓപ്പറേറ്ററോട് ചോദിച്ചിട്ട് ഞാൻ രാമകത്തരെ റൂമിൽ വിളിച്ചു. പക്ഷെ അവിടെ ഒരു ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇയാൾ എങ്ങനെ ഇരിക്കും? ആവശ്യം അയാളുടെ അല്ലേ. വരുമ്പോ വിളിച്ചോളും. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഹലോ, ഫോണിൽ പറഞ്ഞ പ്രകാരം അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വാൻസോ? അതെ, മണി. മണി കൊണ്ടുവന്നിട്ടുണ്ടോ? മാല ഇപ്പൊ കിട്ടും. മാല വെള്ളിയാഴ്ച വന്നാൽ മതി. അപ്പോഴേക്കും മാല എൻ്റെ ഉണ്ടാവോ? ഇതാ പണം. ബാക്കി മാല കിട്ടിയിട്ട് ഞാൻ വെള്ളിയാഴ്ച വരും. ഹലോ. ഞാൻ പാഷയാണ്. എന്താ? എടോ, ഞാൻ തന്നോട് കൊല്ലേണ്ട ആളിന്റെ ഫോട്ടോ മാത്രമല്ലേ അയക്കാൻ പറഞ്ഞ്. ഇതിപ്പോ രണ്ടുപേരുണ്ടല്ലോ. ഒന്ന് ഞാൻ, മറ്റേത് അളിയൻ. അളിയനെയാ കൊല്ലേണ്ടത്. അതിന് തന്നെയും കണ്ടിട്ടില്ലല്ലോ. തന്നെ കണ്ടാലല്ലേ താൻ ഏത് അളിയൻ ഏതെന്ന് അറിയാൻ പറ്റൂ. ഇടതുവശത്ത് നിൽക്കുന്നത് ഞാൻ, മറ്റേത് അളിയൻ. ഓക്കെ. വലതുവശത്ത് നിൽക്കുന്നത് അളിയൻ. അതെ. മൈ ടാർഗറ്റ്. പിന്നെ കൊലപാതകമാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു മയക്ക് വരുന്നുണ്ട്. അത് മോന്തയുടെ അടുത്തൂടെ പോയാൽ മതി. ആള് ബോധം കെടും. ബോധം കെട്ടവനെ പൊക്കിയെടുത്ത് വല്ല കുളത്തിലോ ആറ്റിലോ കൊണ്ടെറിയും. കണ്ടാൽ മുങ്ങിച്ചെത്താണെന്നേ തോന്നുന്നു. പോലീസ് വടി പിടിക്കും. അപ്പൊ കൊന്നിട്ട് കഴുത്തിലെ മാല എടുത്തോണ്ട് വന്നാ മതി. ബാക്കി കാശ് അപ്പ തരാം. ഓക്കെ. ഇവൻ ചാവേണ്ടവൻ, മറ്റവൻ കൊല്ലാൻ കാശ് തരുന്നവൻ. റിസപ്ഷനിലേക്ക് ഒന്ന് വിളിക്കും. ഏലിയാസിന്റെ മുറി വർക്കിച്ചന്റെ മുറി തോമസ് കുട്ടി. ആകെ കുഴഞ്ഞു കിടക്കുക. ആരാ നോക്കടേ? അവനാണ്. അല്ല, നമ്മളല്ലേ കാശിന്റെ കാര്യം? മാല ഞാൻ തന്നെ സാർ. കാശ് റെഡിയാണ്. മാലയപ്പോ കൊണ്ടുവരും. മാല ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടാ? ഉണ്ട്. എന്നാ ഇപ്പൊ തന്നെ കൊണ്ടുവന്ന എന്താ? അങ്ങനെ റോട്ടിലിട്ട് ചെരുപ്പ് വിൽക്കണ പോലെ വിൽക്കാൻ പറ്റിയ സാധനമല്ലത്. ഇതൊക്കെ പരമരഹസ്യമായിട്ട് നടക്കുള്ളൂ. പിന്നെ ഞാൻ തരുന്നതോ നിങ്ങൾ കൊണ്ടുപോകുന്നോ വേറെ ആരും അറിയാൻ പാടില്ല. അതാണ് മുതലാളി നമുക്ക് നല്ലത്. നാറ്റക്കേസാവൂല. അധികം സംസാരിച്ചേക്കുന്ന നേരമില്ല. അഡ്വാൻസ് ഒന്ന് കച്ചവടം അർപ്പിക്കേ, അല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കും. കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. അങ്ങനെ പുറത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പൊ തരാം. പക്ഷെ 12-ാം തീയതി മുമ്പ് കാര്യം നടന്നിരിക്കണം. അല്ലെങ്കിൽ ഒരു സ്വഭാവം മാറും. ഓക്കെ, അത് ഞാൻ ഏറ്റു. എന്നാ കാശ് തരാം. അപ്പൊ ശരി, മാലയായിട്ട് വരുമ്പോ ബാക്കി. ഇനി തിരിച്ചു ചോദിക്കാതിരുന്നാ മതി. എന്റെ ഈശ്വര. എന്തിനാ കരയണേ? മണിയെ കാണാനില്ലെന്ന് ഇപ്പൊ വരാന്നും പറഞ്ഞ് പുറത്തു പോയതാത്ര. അതാണോ കാര്യം? ഞാനവനെ പുറത്തൊരു അത്യാവശ്യത്തിന് പറഞ്ഞു വിട്ടാ. ഞാൻ എടുത്തോളാം. ഹലോ, നീ ഇതേത് നരകത്തിൽ പോയി കിടക്ക? ഞാനിവിടെ ഒരു അലമാരിക്കകത്താ.
ഈ ഹോട്ടലിൽ ഏതൊരു മുറിയിൽ ഏതൊരു അൽമാരിക്കകത്താ. നീ എങ്ങനെ അതിക്കാരെ പറ്റിയത്? അതൊന്നും വിസ്തരിക്കാൻ നേരില്ല. എന്നെ ഇതൊന്നും ഇറക്കി വിടേ. ഏത് മുറിയിലാ? അതെനിക്കറിയില്ല. ഏത് ഫ്ലോറാ? അതും എനിക്കറിയില്ല. എടാ എന്തെങ്കിലും അടയാളം പറയാണ്ട് ഞാൻ എങ്ങനെ അറിയും? പിന്നെ നീ ഒരു കാര്യം ചെയ്. ഹലോ ഹലോ, ഇതിന്റെ കറണ്ട് പോയി. ഞാനിന്ന് പൊളിക്കും. ഞാൻ ഇതിന് പുറത്ത്. ഹലോ. അയ്യോ നമ്മേ. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയ വെയിറ്ററുടെ തന്തയ്ക്ക് വിളിക്കും അല്ലേ? കാണിച്ചു തരാം. 4 അടിച്ചിട്ടിരിക്കല്ലേ, അളവൽപ്പം കുറഞ്ഞാലും അറിയില്ല. ഏത് മുറി? ചിക്കൻ പീസ് ഒരെണ്ണം കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറയും. ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജർ വിളിച്ചു പറയും. കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ചിലുണ്ടോ ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാൻ? ഇനി മേലാൽ തിന്നൂല സാർ. വേണമെങ്കിൽ സാറിന് ഒരു പീസ്. വളരെ പാടുപെട്ട് കിട്ടിയ ജോലിയാണ് സാർ. സാറിന്റെ കാല് പിടിക്കാം. ആരോടും പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. താൻ എന്തുകൊണ്ടെങ്കിലും ചെയ്യോ? കിണറ്റിൽ ചാടാനൊന്നും പറയരുത്. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. അതൊന്നും അല്ലടോ. ഇവിടുത്തെ ഏതോ ഒരു മുറിയിൽ അലമാരയിൽ മണിയുണ്ട്. ആരുടെ മണി? ആരുടെ മണിയല്ല, എന്റെ കൂട്ടുകാരൻ മണി. പെട്ടുപോയതാ. കണ്ടുപിടിക്കാൻ ഒരു നിവൃത്തിയില്ല. താൻ എല്ലാ മുറിയിൽ അൽമാരയൊക്കെ തപ്പി അവനൊന്ന് പുറത്തിറക്കി തരണം. കാശ് ഞാൻ വേറെ തരാം. പിന്നെ ഈ കാര്യം ഞാൻ പുറത്ത് പറയേയില്ല. ഇവിടെ 100-300 മുറിയുണ്ട് സാറേ. ചുമ്മാ കയറി തപ്പാനൊന്നും പറ്റില്ല. ആളെ ഞാൻ പുറത്തിറക്കി തരാം. പക്ഷെ കുറച്ച് സമയം വേണം. സമയം എത്ര വേണമെങ്കിലും എടുത്തോ. പക്ഷെ കാര്യം നടക്കണം. അല്ലെങ്കിൽ ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട. എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ. എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ. അത് കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ. വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട, അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി, അത് മതി. കാശ് ഞങ്ങൾ കൊടുത്തേക്കാം. ഈ മുറിയായിരിക്കും. ആ ചേട്ട ഇനി എത്തിയിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട. പോയിക്കോ. ഇല്ല, ഞാൻ അവനെ കൂടെ പോകും. കൈ കിട്ടിയാ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ പുറത്തുകൊണ്ട് വരും. അത് നടക്കില്ല. അതെന്താ? അവൻ മുലപ്പാല് കുടിച്ചിട്ടില്ല. അവനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. ഓ, തള്ളെ കൊന്നിട്ടാ പന്നി പുറത്തേക്ക് വന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ തെറ്റ്. സാറ് പോയിക്കോ. തിന്ന തൂറ. എന്തിനാ ഇത്രയും തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടൂടെ? തുറക്കടോ, അല്ലെങ്കിൽ ചവിട്ടി പിടിക്കും ഞാൻ. തുറക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ആരുമില്ലേ? ടോമംഗളല്ലേ? ഞാൻ KT മാധു, ചെറുക്കൻ്റെ അച്ഛൻ. ചെറുക്കൻ്റെ അതന്നെ. ഫെർണാണ്ടസ് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? മിസ്റ്റർ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു കാശെടുക്കാൻ ആള് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ വരെ ഇരിക്കാനൊന്നും സമയമില്ല. എന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അത് വലിയ കല്യാണം നടക്കില്ലേ? പരിചയമില്ലാത്ത സ്ഥലവും. അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കാശ് കിട്ടുമ്പോ അതിൽ നിന്ന് ഒരു 50,000 രൂപ റൂം നമ്പർ 104 കൊടുക്കണം. 104? അവിടെ ആരാണ്? 104 എന്റെ ബന്ധു. ഓ, അത് ശരി. അപ്പോ ബാക്കി കാശ് എന്റെ മുറി കൊണ്ടു തരണം. അവ 104 104 50,000 രൂപ കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമംഗളെ എനിക്ക് അത്യാവശ്യമായിട്ട് കേട്ടാ. നീ ആ ടോമംഗളിലൊന്ന് വിളിക്കണം. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാട്ടാ. ടോഫി ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയൊരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, അങ്കിൾ ടോമിന്റെ റൂമൊന്ന് കണക്ട് ചെയ്യോ? ഹലോ അങ്കിൾ, കാശ് റെഡി ആവുമ്പോ റൂമിലോട്ട് കൊണ്ടുവന്നാ മതി. ഞാനിവിടെ ഉണ്ടാവും. ഇതാ എത്തിപ്പോയി. കാശ് റെഡി. ഏതാ റൂം? ഹലോ, ഞാൻ 2219 ആണ്. ക്യാഷ് റെഡിയാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ വേറെ ആരുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കായിരുന്നു. ഓ, അത് ശരി. എന്ന് ഞാൻ അങ്ങോട്ട് വരാം. വരൂ. ഇരിക്കും കേട്ടോ. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം. ഇന്നാലും ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാ? പലിശക്കല്ലാതെ ഭയങ്കര തമാശക്കാരല്ലേ. എനിക്ക് തമാശ വലിയ ഇഷ്ടമാണ്. ഇരിക്കും കേട്ടോ. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? ടോമംഗൾ നിങ്ങളുടെ ഭാര്യയെ പിടിച്ചെന്നോ? കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ല് കൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണണമെങ്കിൽ വാ. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേക്കണേ?
ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ കുടുംബത്തേക്ക് എന്റെ ചെക്കൻ അയച്ച അവന്റെ ഗതി എന്താവും? മാത്തച്ഛ സമാധാനിക്ക്, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിരിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കുക. ആ പണ്ടാറക്കാലിനെ കിട്ടി അവന്റെ കയ്യും കാലം തല്ലി പിടിക്കും. പിന്നെ അവൻ ജീവിതത്തിൽ